ലിസബത്ത് വെല്ലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ ജ്യൂസ് പൗഡറാണ്, അല്ലെങ്കിൽ ലെമൺ ടാങ് എന്ന് പറയാം. നമ്മളിതൊക്കെ പുറത്തുനിന്ന് വാങ്ങാറുണ്ട്. അതിനകത്ത് എന്തൊക്കെ മായം ഉണ്ടെന്ന് നമുക്കറിയില്ല. നമുക്ക് യാതൊരു മായവും ചേർക്കാതെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ലെമൺ ജ്യൂസ് എടുക്കുക. എന്തോരം ജ്യൂസ് എടുക്കുന്നോ അതിൻ്റെ 3 ഇരട്ടി, 3 തൊട്ട് 4 വരെ നമുക്ക് പഞ്ചസാര ചേർക്കാം. ജ്യൂസിൻ്റെ 1:3 അല്ലെങ്കിൽ 1:4 വരെ ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓരോന്നും പഞ്ചസാരയുടെ അളവ് ജ്യൂസിനേൽ ഒരു 3.5 ഇരട്ടിയാണ്. അപ്പോൾ 1:3.5 എന്നുള്ളൊരു റേഷ്യോയിലാണ് പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത്. പഞ്ചസാര എപ്പോഴും കൂടുതൽ വേണ്ടത്. ജ്യൂസിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ജ്യൂസിൻ്റെ ഇതനുസരിച്ച് ഒരു നുള്ളു, ഇതിന് ഞാനിപ്പോൾ ഒരു നുള്ളു ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാനിവിടെ ഈ 2ആയിട്ട് ഞാൻ വെച്ചേക്കാൻ കാരണം ഒരെണ്ണത്തിൽ ഞാൻ കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. കാരണം അത് ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, വേണ്ടവർക്ക് ചേർക്കാം, അതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ലെമണിൻ്റെ കുറച്ച് സ്കിന്ന്, യെല്ലോ പാർട്ട് മാത്രം ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് ചേർക്കാം. ഞാൻ കുറച്ച് ജ്യൂസല്ലേ ഇവിടെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 1/4 ടീസ്പൂൺ വീതം അതിൽ ചേർക്കുന്നുണ്ട്. വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തതായിരിക്കണം. കൂടുതൽ ജ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ ലെമൺ ജ്യൂസിൻ്റെ അകത്ത് ഇഷ്ടമുള്ളവർക്ക് പുതിനയുടെ ജ്യൂസ് ചേർക്കാം, ഇഞ്ചിയുടെ ജ്യൂസ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ഒന്നും ചെയ്യുന്നില്ല, ലെമൺ ജ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു നല്ല വട്ടമുള്ളൊരു പ്ലേറ്റ് വേണം. എനിക്ക് ഇവിടെ അത്ര വട്ടമുള്ള പ്ലേറ്റ് ഇല്ല, അത് ചെറുതാണ്. അപ്പോൾ ചെറുതായ കുഴപ്പമെന്ന് വെച്ചാൽ ഉണങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ആ പാത്രത്തിലേക്ക് ജ്യൂസ് ഒഴിക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ ഈ പറഞ്ഞ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1:3 അല്ല 3.5 ചേർക്കുന്നുണ്ട്. ചിലർക്ക് 4 വരെ ചേർത്ത് കൊടുക്കാം, കാരണം മധുരത്തിൻ്റെ അനുസരിച്ച്. ചിലർക്ക് കുറച്ച് മധുരം മതി, ചിലർക്ക് നല്ല മധുരം വേണം. നല്ല മധുരം വേണ്ടവർക്ക് 1:4 എന്ന റേഷ്യോയിൽ പഞ്ചസാര ചേർക്കാം. പിന്നെ ജ്യൂസും പഞ്ചസാരയും കൂടെ അങ്ങനെ ഒത്തിരി അങ്ങനെ ഇളക്കി അത് വെള്ളമാക്കി കളയരുത്. ചെറുതായിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. ഒത്തിരി ഇളക്കി ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ വെള്ളമാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെള്ളമാക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആദ്യത്തെ ദിവസം ഇതൊന്നും ഇങ്ങനെ പൊത്തി ഇങ്ങനെ വെക്കുകയാണോ. ഇത് വെയിലത്ത് വെച്ച് ഉണക്കരുത്, അകത്ത് തന്നെ വെച്ച് ഉണക്കാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു ദിവസം ആയി. ഇനി ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. 2 പാത്രത്തിൽ ഇതുപോലെ തന്നെ ഇളക്കാം. ഇനി ഇത് ഇങ്ങനെ പൊത്തിയൊന്നും വെക്കരുത്, ഇതുപോലെ ഇങ്ങനെ ഇളക്കി തന്നെ അതുപോലെ തന്നെ വയ്ക്കാവുള്ളൂ. വീണ്ടും പിറ്റേ ദിവസം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ വട്ടം കുറഞ്ഞ പ്ലേറ്റ് ആയതുകൊണ്ട് ഉണങ്ങാൻ ഇച്ചിരി ടൈം എടുക്കും. വട്ടമുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ഉണങ്ങിക്കിട്ടും. അല്ലെങ്കിൽ ചെറിയ പാത്രമാണെങ്കിൽ മുകളിൽ ഉണങ്ങുന്നത് ഇങ്ങനെ എടുത്ത് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ അടിഭാഗത്തുള്ളത് ഉണങ്ങാൻ ഒന്നും കൂടി എളുപ്പമുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ 2 പാത്രത്തിൽ ഇളക്കി വെച്ചു. ഇതിപ്പം 3ാമത്തെ ദിവസം. ഞാൻ അതിനിടയ്ക്ക് പ്ലേറ്റ് ഒന്ന് മാറ്റി കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഒരു നന്നായിട്ട് തന്നെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും ഒരു ദിവസത്തെ ഉണക്കം കൂടി ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ ഡെയിലി ഇത് ഇളക്കാൻ മറക്കരുത് കേട്ടോ. എന്നും ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല കല്ല് പോലെ തന്നെ ഇത് ഉണങ്ങിക്കിട്ടുകയും വേണം. ഇപ്പോൾ ഉണക്കാൻ വെച്ചിട്ട് 4 ദിവസമായി. അപ്പോഴത്തേക്കും ഇത് ഞാൻ 4 ദിവസം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ നന്നായിട്ടിത് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നല്ല കല്ല് മാതിരി ഇരിക്കും. ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്, നല്ല കല്ല് പോലെ തന്നെ ഇരിക്കും. ഇപ്പോൾ കണ്ടോ, നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇത് മിക്സിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. എന്നാലും ഒരു പ്രാവശ്യം ഒന്ന് നമ്മൾ അടിച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് പിന്നെയും പൊടിക്കണം. അപ്പോഴാണ് നന്നായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാട്ടോ ഇത്, ഈ ജ്യൂസ് കുടിക്കാനായിട്ട്. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നല്ല എളുപ്പമല്ലേ. കുറച്ച് വെള്ളം എടുക്കുക, തണുത്ത വെള്ളം വേണം, അതാണ് ടേസ്റ്റ്. അതിനകത്തേക്ക് ഇത്
പാകത്തിന് മിക്സ് ചെയ്യുക. 2-3 സ്പൂൺ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു പാകത്തിന് മിക്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മധുരം ചേർക്കേണ്ട, പുളിപ്പ് വേണ്ട, ഒന്നും വേണ്ട. വളരെ എളുപ്പമാണ്. ഈ ടാങ്ക് മേടിച്ച് നമ്മൾ കുടിക്കുന്നതിൽ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ. ഇപ്പോൾ ചിലരുടെ വീട്ടിൽ ഒത്തിരി നാരങ്ങയുള്ളവരുണ്ട്. അപ്പോൾ ഈ ഇതെന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള ജ്യൂസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി വയ്ക്കാം. ഇത് കുറേ നാൾ പുറത്ത് വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ തൊലി ഒരിക്കലും കളയരുത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ രണ്ടും പൊടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം. ഞാൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിയ സീഡ് സോക്ക് ചെയ്തും വെച്ചിട്ടുണ്ട്, അതും എടുക്കുന്നുണ്ട്. അപ്പോൾ ചിയ സീഡൊക്കെ നമുക്ക് ഒത്തിരി നല്ലതാണ്. അതുകൊണ്ട് അതും ഈ ജ്യൂസിനകത്ത് ചേർക്കുന്നത് നന്നായിരിക്കും. ആദ്യം ഞാൻ കളറിടാത്ത ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വലിയ ഗ്ലാസ്സാണ് ഞാൻ എടുത്തേക്കണേ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് പൗഡറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പൗഡറും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ജ്യൂസ് റെഡി. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചിയ സീഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജ്യൂസ് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കളർ ചേർത്ത് ജ്യൂസും കൂടെ തയ്യാറാക്കാം. അത് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ പൗഡർ ഇതിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ചിയ സീഡും ചേർത്ത് കൊടുത്തു. നമ്മുടെ ജ്യൂസ് റെഡി. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വെറുതെ പുറത്തുനിന്ന് മായമുള്ള ഈ പൗഡറൊന്നും വാങ്ങി കലക്കി കുടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ എന്ത് എളുപ്പമാണെന്ന് പറഞ്ഞോ ഇങ്ങനെയൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുവാണെങ്കിൽ. ഈ ലെമൺ വെച്ച് മാത്രമല്ല നമുക്കിതുപോലെ പൗഡർ തയ്യാറാക്കാവുന്നത്. നമ്മുടെ നാട്ടിൽ ധാരാളം ഫ്രൂട്ട്സ് നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട്. മാമ്പഴം, പൈനാപ്പിൾ, പാഷൻ ഫ്രൂട്ട്, ഇതെല്ലാം വെച്ചിട്ട് നമുക്കിതുപോലെ ജ്യൂസ് പൗഡർ തയ്യാറാക്കാം. ഈ പാഷൻ ഫ്രൂട്ടൊക്കെ തയ്യാറാക്കുമ്പം അതിൻ്റെ ജ്യൂസ് മാത്രമേ എടുക്കാവുള്ളൂ. ആ കുരുവൊന്നും ഇട്ട് മിക്സിയിലടിച്ച് അങ്ങനെ എടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാഷൻ ഫ്രൂട്ടൊക്കെ നല്ല പുളിപ്പാണ്. അതുകൊണ്ട് ആരും തന്നെ അത് ഒത്തിരി കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഇനി ആരും കളയരുത്. ഇതുപോലെ പൗഡർ തയ്യാറാക്കി വയ്ക്കുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഹെൽത്തിന് ഈ പഞ്ചസാരയൊന്നും അധികം ഉള്ളിൽ ചെല്ലുന്നത് നല്ലതല്ല. ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുകയാണ് നല്ലത്. പിന്നെ ഈ പൗഡറെല്ലാം പുറത്തുനിന്ന് വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പുറത്തുനിന്ന് വാങ്ങാതെ നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുക. അപ്പോൾ കുറച്ച് മായമൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.